ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. ഞാൻ പറയാം എന്താണെന്ന്. ഇപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുന്നത്, ഞാൻ സ്കൂളിൽ പോകാൻ. ഞാൻ ജർമ്മൻ ഇൻ്റഗ്രേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് 8:30 ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. ഇപ്പോൾ സമയം 7 മണിയായി. 7:40 ഇവിടുന്ന് ട്രെയിനിൽ പോവുകയാണെങ്കിൽ എനിക്ക് 8:15 അവിടെ എത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വെതർ ഉണ്ടോ, നല്ല സ്പ്രിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇന്ന് നല്ല ഫോഗി ആയിട്ടുള്ളൊരു വെതറാണ്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഞാൻ എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ഞാൻ പറയാം. ഓക്കെ, വാ പോവാം. അപ്പം ഞാൻ ഇറങ്ങി. ഇന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, 4th വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ അഖിലൊരു പൂവൊക്കെ കൊണ്ടാ വന്നത്. ഇന്ന് അഖിൽ നൈറ്റായിരുന്നു. അപ്പം അഖിൽ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പൂവൊക്കെ കൊണ്ടാ വന്നത്. അയ്യോ, ഞാനിവിടെ നിൽക്കിയില്ല, ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോഴാണ് നിൽക്കിയത്. ഓക്കെ. അങ്ങനെ അഖിൽ ഞാനൊരു സർപ്രൈസ് ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ എമ്പുരാ സിനിമ കാണാൻ പോകുന്നുണ്ട്. അന്നേരം വൈഷ്ണവി ശരത്തും കൂടെ വരും. അപ്പോഴത്തേക്ക് സർപ്രൈസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ സർപ്രൈസ് ചെയ്യാന്ന് വെച്ചാൽ, അഖിലിന് കുറേ നാളുണ്ട് സ്റ്റാൻലിയുടെ ഒരു കോഫി കപ്പ് വേണമെന്ന് പറയുന്നത്. അപ്പം ഞാനത് അവരുടെ വീട്ടിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്ത് ഞാൻ സർപ്രൈസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. സോ എന്താണെന്ന് വെച്ചാൽ കാണാം. ഞാൻ ഇറങ്ങി. ഇപ്പം പോയാലേ എനിക്ക് ട്രെയിൻ കിട്ടത്തുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ നടക്കുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തും. അപ്പം പിന്നെ ഞാൻ 7:30 7:40 ബസ് ട്രെയിൻ ഓടട്ടിനി. ഇന്ന് നല്ലൊരു വെതറാ. സ്പ്രിങ് ആയി തുടങ്ങിയോണ്ട് ഇവിടെ വിൻ്ററൊക്കെ ഒന്ന് മാറി. ഇന്ന് നല്ല ഫോഗി ആയിട്ടുള്ളൊരു വെതർ. ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ 7:35 ഇപ്പോൾ എത്തും. സോ നമ്മൾ എത്തി സ്കൂളിൻ്റെ അടുത്ത്. ഇനി കുറച്ച് ഒരു 2-3 മിനിറ്റ് നടക്കുമ്പോൾ സ്കൂളെത്തും. ഇലകളൊക്കെ തളർത്ത് തുടങ്ങി. നേരത്തെ ഇതിനകത്ത് ഒരില പോലും ഇല്ലായിരുന്നു. ഇപ്പം എല്ലാം തളർത്തൊക്കെ തുടങ്ങി. നല്ല ഭംഗിയായി. ഈ കാണുന്നതാ എൻ്റെ സ്കൂള്. ഇവിടെ ഇൻ്റഗ്രേഷൻ ജർമ്മൻ മാത്രമല്ല, ഇംഗ്ലീഷ്, അങ്ങനെ ഒരുപാട് എല്ലാം പഠിപ്പിക്കും. ഇത് ഫുൾ സ്കൂളാണ്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ അടുത്തൊരു പൂ പൂത്തിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട്. വാവ്, സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഞാൻ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് ക്രോസോണ്ടോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ക്രോസോണ്ട് മേടിക്കാൻ വിലക്കുറവാണ്. സോ ഇവിടെ ഇടയ്ക്ക് കയറി നമുക്ക് എന്തെങ്കിലും ബ്രെഡോ ക്രോസോണ്ടോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാം. കുറച്ച് സെൻറ്റിന് കിട്ടും ഇവിടെ ഇടയ്ക്കെല്ലാം. സൂപ്പർ മാർക്കറ്റാണ് അവിടുത്തെ. കാണിച്ചു. ഞാനൊരു ക്രോസോണ്ട്, ഒരു ചോക്കോ ക്രീം ബണ്ണോ അങ്ങനെ എന്തൊരു സാധനം കൂടെ മേടിച്ച് നമുക്ക് ബില്ലടിക്കാൻ പാടില്ല. സോ നമ്മൾ ക്രോസോണ്ട് മേടിച്ചിട്ട് ഇറങ്ങി. ഇപ്പം 8:25 8:30 ക്ലാസ് ഇറങ്ങും. കഴിച്ചിട്ട് കയറട്ടെ. ഞാൻ സ്കൂളിലെത്തി. ഞാൻ ക്ലാസ്സിലോട്ട് പോവാം. Interessant mit Lampen. Ja, interessant mit Lampen. Mir gefallen interessant Lampen. Ja, mir gefallen modern mit Büro. Plural. Büros, ja, plural. Ich habe Miss. Ich habe eine Croissant. Also, ich habe eine Croissant. Nein.
സോ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഇനി ട്രെയിൻ ഇവിടെ നിന്ന് 1:10 രാവിലെ ഭയങ്കര ഫോഗി ആയിട്ടുള്ള വെതർ, ഇപ്പം നല്ല വെയിലൊക്കെ വന്ന് നല്ല വെതറായി. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിന് നേരത്തെ പോയി. ഇന്ന് വൈകിട്ട് നമുക്ക് 7:15 ടിക്കറ്റ് ഇട്ടേക്കുന്നത് എമ്പുരാൻ കാണാൻ. വൈഷ്ണവി ശരത്തൊക്കെ വരും. അങ്ങനെ വീട്ടിലോട്ട് പോട്ടെ. ഇന്ന് നല്ല വെയിലുണ്ട്. ഞാൻ നടന്നു വന്നാൽ മതി, പക്ഷെ ഞാനൊരു ബസ് എടുത്ത് ഇവിടെ ഇറങ്ങി. ഇനി എനിക്ക് ഒരു 5 മിനിറ്റ് നടക്കുമ്പോൾ വീടെത്തും. വീട് എത്തിയിട്ട് അഖിൽ ഉറങ്ങുമായിരിക്കും. അഖിൽ നൈറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ല, അഖിൽ ഉറങ്ങുമായിരിക്കും. അപ്പം നോക്കാം അഖിൽ എന്ത് ചെയ്യുവാണെന്ന്. അങ്ങനെ ഫൈനലി വീടെത്തി. ഇനി പോയി വല്ലതും കഴിക്കണം. ഞാൻ സർപ്രൈസ് ചെയ്യുന്നതിന് മുമ്പേ അഖിൽ എനിക്കൊരു ചെറിയ സർപ്രൈസൊക്കെ തന്നു. ഒരു ചെറിയ കേക്കൊക്കെ മേടിച്ചു, ബൊക്കെയൊക്കെ മേടിച്ച്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ അഖിൽ ചെയ്യുമെന്ന്. സാധാരണ അഖിൽ സർപ്രൈസ് ഒന്നും ഇഷ്ടമല്ല, എനിക്കിഷ്ടമായോണ്ടായിരിക്കും അഖിലിങ്ങനെ സർപ്രൈസ് ചെറിയൊരെണ്ണം ഒരുക്കി വെച്ചത്. അഖിൽ കിടന്ന് ഉറങ്ങുന്ന രീതിയിൽ കിടന്നിട്ട് എനിക്കൊരു സർപ്രൈസ് തന്നെ. ഉദയണക്കണം വേണ്ടല്ലോ, ഇത് പിഴിഞ്ഞു വീഴുന്നു. ഞാൻ വന്നപ്പോൾ അഖിൽ എനിക്ക് സർപ്രൈസ് ചെയ്യാൻ കേക്കും ഒരു ബൊക്കെയൊക്കെ മേടിച്ച് വെച്ച്. ഞാൻ പ്രതീക്ഷിച്ചില്ല. അഖിൽ സാധാരണ എനിക്ക് ഇങ്ങനെ സർപ്രൈസ് ഒന്നും തരാറില്ല, അതുകൊണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല. നോക്ക്, അപ്പം നല്ലൊരു ബൊക്കെയൊക്കെ മേടിച്ച് വെച്ച്. രാവിലെ എനിക്കൊരു പൂ മേടിച്ചു, അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് നിൽക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ വളരെ വലിയ സർപ്രൈസ് തന്നു. ട്രിപ്പായിരുന്നു ഏറ്റവും വലിയ ഗിഫ്റ്റ്. പിന്നെ ഇപ്പോൾ ഒരു ബൊക്കെയൊക്കെ മേടിച്ചുകൊണ്ട് തന്ന്. അഖില് തന്നെ സ്വന്തമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അതിന്റെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. താങ്ക് യു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സ്റ്റോറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് മുരിങ്ങയില കിട്ടി. അപ്പോൾ ഇന്ന് മുരിങ്ങയില കറിയും അച്ചാറും മുട്ട പൊരിച്ചതും ഇന്നലെ ഉണ്ടാക്കി വെക്കുന്നതാ. അപ്പോൾ ഉച്ചക്കലത്തേക്കും കൂടെ അങ്ങ് ഉണ്ടാക്കും പിറ്റേ ദിവസം. അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ സിനിമയൊക്കെ കണ്ടിരുന്നു. വൈകിട്ട് 7:15 നമ്മുടെ ഷോ ടിക്കറ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഒരു 5 മണിയൊക്കെ ആകുമ്പം വൈഷ്ണവി ശരത്തൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എമ്പുരാൻ സിനിമ കാണാൻ ബ്ലാക്കും ഒക്കെ ഇട്ട് റെഡി. ഇനി വൈഷ്ണവി ശരത്തും കൂടെ ഇപ്പം വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങത്തുള്ളൂ. അവരും ബ്ലാക്ക് ആയിരിക്കും തോന്നുന്നു. വൈഷ്ണവി ശരത്തും വന്ന് ഞാൻ ഡോറ് തുറന്നു നോക്കട്ടെ. ഹായ്, ഹലോ. ഇതെന്തുവാ എന്തുവാ? ഇത് സർപ്രൈസ് ആയിരുന്നല്ലേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഫോർ പ്രിയപ്പെട്ട മലയാളം. ഞാൻ അഖിലിനെ മേടിച്ച ഗിഫ്റ്റ് അവര് കൊണ്ടുവന്നു. അഖില് കാണാതെ ഞാൻ റൂമിൽ വെക്കുക. വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു 10-12 വർഷം ദൈവമേ. അതിനകത്തൊരു കാർഡുണ്ട്.
Hässlicher Glucose zum Hochzeitstag. ജർമ്മനാണ് ഗൈസ്. ജർമ്മൻ വിട്ടൊരു കളിയില്ല. GST ആണ് അത് പക്ഷേ ഇംഗ്ലീഷാ. Wishing you both a lifetime of happiness and countless reason to celebrate. Happy anniversary, dear Karthik. With love, Sharat Vaishali. ഇതില് മൊത്തം ഡാങ്കേജോടും വിറ്റേജോടും മാത്രല്ലേ ഉള്ളൂ. അല്ല ഭാര്യയുടെ സമ്മാനം. അവിടെ തന്നെ തുറന്നോ അങ്ങനൊന്നുമില്ല. ഇതോ ഇത് ഷേവിംഗ് സെറ്റ് BMW കീ. ചെറിയ സാധനങ്ങൾ. അപ്പൊ അടുത്ത പ്രാവശ്യം BMW കീയാണ്. പറഞ്ഞെങ്ങനെയാന്ന് വെച്ചാ അടുത്തേക്ക് നീ അത് മേടിച്ചു കൊടുക്കണം. ഒരു കീ മേടിച്ചു കൊടുത്താ മതിയടി. അതിലെല്ലാം വലിയ വലിയ ആഗ്രഹങ്ങളാണ്. ചെറുതൊക്കെ ആഗ്രഹിക്കും. ചുമ്മാ ഒരു ഗസ്. ഇതിനകത്തോ ഞാൻ വെയിറ്റ് നോക്കട്ടെ. വെയിറ്റ് നോക്കി ഗസ് ചെയ്യുന്നു. ഒരു പവന്റെ രണ്ട് കല്ലൊന്ന് പാറക്കല്ലൊന്ന് എവരല്ലേ കൊണ്ടുവന്നു. രണ്ട് പാറക്കല്ലായിരിക്കും. ഇതും കൂടി മാറ്റി ഇല്ലെങ്കിൽ അത് കാണത്തില്ല. മനസ്സിലാവുന്നില്ല. ഓപ്പൺ ആക്കട്ടെ. മനസ്സിലാവുന്നില്ല. ഞാൻ ഓപ്പണാക്കാം. BMW കീ തന്നെ. ജന്മത്തെ പ്രതീക്ഷ ഇത്രയും വലിയ ബോക്സിന് ഞാൻ ബോക്സ് വെച്ചതാ. ഞാൻ പിന്നെ ഞാൻ കൊച്ചിനുള്ള ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവരട്ടെ. പിന്നെ ഒന്നുമില്ലെന്ന് എനിക്കറിയാം. ഒന്നുമില്ലെന്ന് എനിക്കറിയാം. അഖിലെന്തിനാ എന്തേലും ഉണ്ടോ കരയുന്ന എന്തിനാ? കരയെല്ലാം ചിരിച്ചതാ. സർപ്രൈസ് വരുമോ? അതായിരിക്കും സർപ്രൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്തു കൊള്ളായിരുന്നല്ലോ. ഞങ്ങളെല്ലാരും ബ്ലാക്ക് ഒക്കെ ഇട്ട് റെഡിയായി എമ്പുരാൻ കാണാൻ പോവാ അല്ലേ? ഇവിടെ ഫോട്ടോ സെക്ഷൻ നടക്കുന്നു. എമ്പുരാൻ ഫോട്ടോ സെക്ഷൻ അല്ലേ? ആൾവേസ് ദ ഫോട്ടോഗ്രാഫർ മിസ്റ്റർ അഖിൽ. ശരത് കുമാറിന്റെ ക്രിയേറ്റിവിറ്റി. ഇറങ്ങി 6:05 7:15 നമ്മളെ സിനിമ. വൈഷ്ണവി പാഞ്ചി കാപ്പി എടുത്തൊഴിച്ചിട്ട് അത് ഉണങ്ങി നടക്കുക. അങ്ങോട്ടല്ലേ ഒഴിക്കോ? അന്നേരം സെയിമായി പുതിയൊരു. ഞങ്ങൾ ഓസ്ക്രൂസ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ കയറാൻ വേണ്ടി ഞങ്ങൾ കാര്യം പറഞ്ഞിരുന്ന സ്റ്റോപ്പ് കഴിഞ്ഞു പോയി. ഇപ്പുറത്തെ സ്റ്റോപ്പിൽ വന്നിറങ്ങി തിരിച്ചു പോകാനുള്ള ട്രെയിനിൽ കയറി തിരിച്ചിറങ്ങണം. എന്ത് ചെയ്യാനാന്ന് പറ. എന്നാണ് സിനിമ കാണുന്നത്. വെയിറ്റിംഗ് അല്ലേ? കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അഖിലോ അറിയോ വെയിറ്റിംഗ്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. കൂടുതൽ വരുന്ന സ്പോയിലറായി പോകും. മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഓക്കെ.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. എനിക്കങ്ങനെ അങ്ങോട്ട് ഇതായില്ല. അപ്പോൾ ഇന്നത്തോടുകൂടി ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. നമ്മളെ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും സിനിമ റിവ്യൂ പറ ശരത്തെ. പൊളിച്ചടുക്കി സൂപ്പർ ആയിരുന്നു. മമ്മൂട്ടി 2 ഉണ്ടായിരുന്നു. മമ്മൂട്ടി സൂപ്പർ, പക്ഷെ അമീർ ഖാൻ വില്ല.